ഹായ് നമസ്കാരം. ഇത് മലയാളത്തിൻ്റെ വിജയമാണ്. കേരള സ്റ്റോറി 2 എന്ന സിനിമയെക്കുറിച്ചും അതുണ്ടാക്കിയ പൊല്ലാപ്പുകളെക്കുറിച്ചൊക്കെ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. ഏതായാലും കേരള സ്റ്റോറി 2 എന്ന ചിത്രത്തിൻ്റെ റിലീസിങ് തൽക്കാലത്തേക്ക് നീട്ടിവെച്ചിരിക്കുകയാണ്. സ്റ്റേ വന്നിരിക്കുകയാണ്. ഇന്ന് ഹൈക്കോടതി ആ കാര്യങ്ങൾ പ്രഖ്യാപിച്ചു. നാളെയോ മറ്റന്നാളായിട്ട് ചിത്രത്തിൻ്റെ റിലീസ് ഉണ്ടായിരുന്നതാണ്. പക്ഷേ റിലീസ് തടഞ്ഞു വെച്ചിരിക്കുകയാണ്. നാളെ വെള്ളിയാഴ്ചയായിരുന്നു ചിത്രത്തിൻ്റെ റിലീസ് പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ ഇന്ന് അത് നിർത്തിവെച്ചിരിക്കുകയാണ്. ഉള്ളടക്കം സിനിമയുടെ ഉള്ളടക്കം അത് പ്രശ്നമുണ്ടാക്കുന്നതാണ് എന്നാണ് ഹൈക്കോടതി വിലയിരുത്തിയിട്ടുള്ളത്. ഏതായാലും ആ വിലയിരുത്തലുകളൊന്നും തന്നെ തെറ്റല്ല എന്നാണ് എനിക്കും തോന്നുന്നത്. കാരണം അതിൽ കാണിച്ച ടീസറായാലും നമുക്ക് കണ്ട ട്രെയിലറിലൊക്കെ കണ്ട രംഗങ്ങളൊക്കെ ആ പേര് ഒരു പക്ഷേ മാറ്റിയിരുന്നെങ്കിൽ കേരളത്തിൽ ഇത്തരത്തിലുള്ളൊരു പ്രശ്നം ഉണ്ടാകുമായിരുന്നില്ല. ആദ്യ ഭാഗം തന്നെ നമ്മളെ ടാർഗറ്റ് ചെയ്ത് മലയാളികളെ മൊത്തം അപമാനിക്കുന്ന രീതിയിൽ തന്നെയാണ് എടുത്തു വച്ചിരുന്നത്. ചിത്രമാകട്ടെ ഒരു സീരിയൽ ലെവൽ പോലും എത്താത്ത ഒരു വളരെ കയ്യിൽ നിന്ന് പോയൊരു സിനിമയായിരുന്നു. രണ്ടാം ഭാഗത്തേക്ക് എത്തുമ്പോഴും നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത് ഇത്തരത്തിൽ നമ്മളെ പരിഹസിക്കുന്ന രീതിയിൽ വരുമെന്ന് കരുതിയില്ല. കേരള സ്റ്റോറി 2 എന്ന പേരിൽ ബീഫ് വായിൽ കുത്തിക്കയറ്റുന്ന മലയാളികളായിട്ടുള്ള ചില ഇസ്ലാം മതവിശ്വാസികളെയാണ് ചിത്രത്തിൽ കാണിച്ചത്. എന്നാൽ കേരളത്തിലെ സംഭവ വികാസങ്ങൾ ഇങ്ങനെയാണോ? ആരായാലും ഈ ഒരു കാലഘട്ടത്തിൽ ഇത്തരത്തിലുള്ളൊരു സിനിമ വന്നപ്പോൾ അത് പ്രത്യേകിച്ച് ഇലക്ഷൻ കാലമായതുകൊണ്ട് തന്നെ അത് ഇവിടുത്തെ BJPക്ക് തന്നെയാണ് അതിൻ്റെ പാര വന്നിരിക്കുന്നത്. കാരണം എങ്ങനെയെങ്കിലും ഒരു സീറ്റ് ഒപ്പിക്കുക എന്നുള്ള ചിന്തയിലാണ് അവരിപ്പോൾ നടക്കുന്നത്. പക്ഷേ ഇത് അവർക്ക് കൂനിന്മേൽ കുരു എന്നുള്ളൊരവസ്ഥയിലേക്കാണ് കൊണ്ടുവന്നെത്തിച്ചിരിക്കുന്നത്. എല്ലാവർക്കും അറിയാം. കാരണം അവരുടെ ഒരു നേതാക്കൾ പോലും ഇതിനെ ന്യായീകരിക്കാനായിട്ട് പുറത്തു വരുന്നില്ല. കാരണം വന്നു കഴിഞ്ഞാൽ എന്താവും എന്നുള്ള കാര്യമൊക്കെ അവർക്ക് നന്നായിട്ട് അറിയാം. ഇപ്പോഴുള്ള വോട്ട് ശതമാനം പോലും ഇനി ഉണ്ടാകുമോ എന്ന് സംശയമാണ്. ഈ ഇലക്ഷൻ കഴിയുമ്പോൾ നമുക്ക് ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ കൂടുതൽ പറയാൻ സാധിക്കും. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, അവർക്കതൊരു വളരെ ക്ഷീണമുണ്ടാക്കിയ ഒരു കാര്യമായി മാറി. പ്രൊപ്പഗൻഡ സിനിമകൾ ഇറക്കുക എന്നുള്ളത് ഇന്നല്ല പഴയ കാലത്ത് ഉണ്ടായിട്ടുള്ള കാര്യങ്ങളാണ്. ഈ കാലഘട്ടത്തിൽ അതിൻ്റെ രൂക്ഷത ഒന്ന് കൂടിയെന്ന് മാത്രം. ഹിറ്റ്ലറിൻ്റെ കാലഘട്ടത്തിലുണ്ടായിരുന്ന അതേ ലെവലിലേക്ക് അല്ലെങ്കിൽ അതേ ചിന്താഗതിയിലേക്കൊക്കെ നമ്മുടെ ഈ ഇന്ത്യൻ ഭരണകൂടത്തിൻ്റെ ഒത്താശയോട് കൂടിയിട്ട് ഇത്തരത്തിലുള്ള സിനിമകൾ ഇറക്കുമ്പോൾ, അതും അവർക്ക് വഴങ്ങാത്ത സ്റ്റേറ്റുകളെ പരിഹസിക്കുന്ന രീതിയിൽ ഇറക്കുമ്പോൾ മലയാളികൾ ഒത്തു ചേർന്ന് അതിനെ എതിർത്ത് ജയിച്ച മലയാളികളുടെ വിജയമാണെന്നാണ് ഞാനിതിനെ കണക്കാക്കുന്നത്. ഫ്രെഡി ഫ്രാൻസിസ് എന്ന് പറഞ്ഞ ഒരു യുവ അഡ്വക്കേറ്റാണ് ഇതിൻ്റെ പുറകിൽ. തൻ്റെ നാടിനെ അപമാനിക്കുമ്പോൾ നോക്കി നിൽക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട്. മാത്രമല്ല ഏതൊരു നമ്പൂതിരി, പേരിക്ക് അറിയത്തില്ല, ഒരു ലേഡിയാണെന്ന് തോന്നുന്നു. അപ്പോൾ ഏതായാലും ആ ഒരു വ്യക്തിയും കൂടിയിട്ടാണ് ഈ മറ്റൊരു തരത്തിൽ ഈ ഒരു 2-3 കേസുകളൊക്കെ ഈ ഒരു സിനിമയ്ക്കെതിരെ വരികയും ഇപ്പോൾ അത് ഹൈക്കോടതി പരിഗണിക്കുകയും ചെയ്തു. അങ്ങനെ നമുക്ക് നീതി ലഭിക്കുമെന്നുള്ള പ്രതീക്ഷയെങ്കിലും ഉണ്ടായി എന്നുള്ളതാണ് വാസ്തവം. എന്തായാലും കാത്തിരിക്കാം. ഹൈക്കോടതിയുടെ ഈ ചിന്താഗതികൾ നന്നാവട്ടെ, നിറവേറട്ടെ എന്ന് നമുക്ക് കാത്തിരിക്കാം.